ആ ദിവസത്തിന്റെ പ്രത്യേകതകളും ഇൻഷാ അല്ലാഹ്. ഈ വിഷയം പഠിച്ച സന്ദർഭത്തിൽ കാര്യമായ ശ്രദ്ധയില്ലായ്മ എന്നെപ്പോലെയുള്ള പ്രഭാഷകന്മാർക്ക് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് കാര്യങ്ങളെ ഗൗരവമായി മനസ്സിലാക്കാൻ കഴിയാതെ ആവുകയും അത് പ്രതിയോഗികൾക്ക് ഉശിര് വർദ്ധിപ്പിക്കുകയും അത് സാധാരണ ജനങ്ങൾക്ക് പോലും സംശയമുണ്ടാക്കുകയും ചെയ്തു എന്നതാണ് പലപ്പോഴും ഇത് സംബന്ധമായ പ്രഭാഷണങ്ങളുടെ പോലും ഒരു ലാഭം എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നാൽ, പഠിക്കേണ്ടവർ ഈ വിഷയം ബഹുമാനപ്പെട്ട അഇമ്മത്തും ഉലമാവും രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ പരിശോധിച്ച് ഗൗരവമായി പഠിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അപാകത ലോകത്തെ അതിപ്രധാനപ്പെട്ട ഈ വിഷയത്തെ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയാതെ പോയി. ഒന്ന്. രണ്ടാമത്, പല ആളുകളും അതേക്കുറിച്ച് ധരിക്കേണ്ട വിധത്തിൽ ധരിക്കാതെ വന്നപ്പോൾ സാധാരണക്കാർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടായിത്തീരുകയും പലപ്പോഴും അത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തു എന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആ രംഗത്ത് ചില വിഷയങ്ങളാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ശ്രദ്ധിക്കുക. ഒന്നാമതായി പറയുന്നത്, ഇസ്രാ എന്നുള്ളത് പാഠം നമ്പർ 1. ഇസ്രാ എന്നത് ലൈസ മിൻ ഖുസൂസിയത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രാ എന്നതല്ല എന്നതാണ്. മിഅ്റാജ് ഇല്ലാത്ത ഒരു ഇസ്രാ മുഹമ്മദ് നബിയുടെ പ്രത്യേകതയല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശ്രദ്ധിക്കണം. ലോണം തലക്ക് കയറ്റി പിടിച്ചിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട ക്ലാസ് പഠിക്കാൻ സലഫികളിൽപ്പെട്ടവർ പോലും തയ്യാറാവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും ഞാൻ ാണ്. അതുകൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അവിടെ തന്നെ ഞാൻ പറയാണ്, ഞാൻ ഒന്നാമതായി പറയുന്നത് ഇസ്രാ എന്നത് നബിയുടെ പ്രത്യേകതയായ ഒരു സംഭവമേ അല്ല. ഇസ്രാ അത് സംഭവം തന്നെയല്ല. ഏതിലേക്ക്? മിഅ്റാജ് ഇല്ലാത്ത ഇസ്രാഇനെ റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്ത് എന്ന് പറയുക ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? ഇസ്രാ ലോകത്ത് വേറെ പല നബിമാർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതാകട്ടെ മിൻ ഖുസൂസിയത്തി മുഹമ്മദിൻ. ഈ സംഭവം റസൂലുള്ളാഹിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ അതെന്താണ്? ഇസ്രാ മിഅ്റാജ് എന്നത് അങ്ങനെ നമ്മൾ പറയാ, ഇസ്രാ മിഅ്റാജ് റസൂലുള്ളാഹിയുടെ പ്രത്യേകതയാണ്. അതിന് ഞാൻ പറയുന്ന മറുപടി, ഇസ്രാ മുഹമ്മദ് നബിയുടെ പ്രത്യേകതയല്ല എന്നാണ്. ഏത് ഇസ്രാ? മിഅ്റാജിനെ പരിഗണിക്കാത്ത ഒരു ഇസ്രാ മുഹമ്മദ് നബിയുടെ പ്രത്യേകതയല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അതിന് ഞാൻ ചില മറുപടികൾ പറയുകയാണ്. ശ്രദ്ധിക്കുക. ഒന്ന്, ബഹുമാനപ്പെട്ട സയ്യിദ്ന ലൂത്തിന് ഇസ്രാ ഉണ്ടായതായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അലൈഹിസ്സലാം. സൂറത്തു ഹൂദിന്റെ 81-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا لوط إنا رسل ربك لن يصلوا إليك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب. സൂറത്ത് ഹൂദ് 81-ാമത്തെ ആയത്ത്. ഹൂദിന്റെ വീട്ടിൽ
വീടിനെ പാതിരാത്രിയായിട്ടും ശത്രുക്കൾ വിട്ടില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. അവർ സ്വർഗ്ഗസ്മാടികളായിരുന്നു ആ നാട്ടുകാർ. അഭിശപ്തമായ അവർ ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഹൂദിന്റെ വീട് വിട്ടുതരണം എന്ന് പറഞ്ഞു. എന്നാൽ സയ്യിദ്നാ ലൂത്തോ അലൈഹിസ്സലാം ആ ചെറുബാല്യക്കാരെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്റെ മുന്നിൽ വെച്ച് എന്റെ വിരുന്നുകാരെ വഷളാക്കരുത് എന്ന് പറഞ്ഞു. അത് വിരുന്നുകാരായി ലൂത്തിന്റെ അലൈഹിസ്സലാം വീട്ടിൽ വന്നവരായിരുന്നു. അവസാനം പ്രഭാതത്തോട് അടുക്കുന്ന നേരത്ത് അവർ ലൂത്തിനോട് പറഞ്ഞു, ലൂത്തെ ഇന്നഹും ലയസ്ലു ഇലൈക് ഇന്നാ റുസുലു റബ്ബിക്, ഞങ്ങൾ റബ്ബിന്റെ പ്രത്യേകമായ ദൂതന്മാരാണ്. ലയസ്ലു ഇലൈക, അവരിങ്ങോട്ട് വരികയേയില്ല. ആ ശത്രുക്കൾക്ക് ഞങ്ങളെയോ നിന്നെയോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഫഅസ്രി, നീ ഇസ്രാ നടത്തണം. ബി അഹ്ലിക, ഒറ്റക്കല്ല. ഇസ്രാ മുഹമ്മദ് നബി നടത്തിയത് ഒറ്റക്കാണ്. ഫഅസ്രി ബി അഹ്ലിക, നീ നിന്റെ രാത്രിയിലെ ഒരല്പസമയത്തിന്റെ ഉള്ളിൽ, വലാ യൽതഫിത മിൻഹും അഹദുൻ, നിങ്ങളിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കാൻ മിൻകും അഹദുൻ, നിങ്ങളിൽ നിന്ന് ഒരാളും ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇല്ലംറഅതക, എന്നാൽ നിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കും. ഇന്നഹു മുസീബുഹാ മാ അസാബഹും, ഈ നാട്ടുകാർക്ക് സംഭവിക്കുന്നത് അവൾക്കും സംഭവിക്കും. ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്, ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്, ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ച നേരം സുബ്ഹാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, സുബ്ഹ് വളരെ അടുത്തായിട്ടുണ്ട്. വലിയ ഒരേരിയ നിങ്ങൾ കുറഞ്ഞ നേരം കൊണ്ട് വിട്ടുകിടക്കണം. റസൂലുള്ളാഹിക്ക് ലൈലുണ്ട്, ലൂത്തിനാകട്ടെ സുബ്ഹിന് മുമ്പുള്ള കുറഞ്ഞ നേരം. ഇസ്രാ എന്നത് ലൈസ ബിഖുസൂസിയത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ പ്രത്യേകത തന്നെയല്ല. ഇതിന് ഞാൻ നിസാരമായി പറയല്ല. മിഅ്റാജ് ഇല്ലാത്ത ഇസ്രാ ലൈസ മിൻ ഖുസ്ബിൻ. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം, ലൂത്ത് 25 നബിമാരിൽ ഒരാളാണെന്ന് മാത്രം. ആ ലൂത്തിനാണ് എന്തുണ്ടായത്? ഇസ്രാ. നല്ല രസം. റസൂലുള്ളാഹിക്ക് ബുറാഖുണ്ട്, ലൂത്തിന് ബുറാഖുല്ല. ബുറാഖുള്ള പുണ്യ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ നടത്തിയത് എങ്ങനെ അത്ഭുതമാകും? ബുറാഖില്ലാതെ സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം ഒറ്റക്കല്ല. റസൂലുള്ളാഹിക്ക് സ്വന്തം തടി നോക്കിയാൽ മതി. ലൂത്തിനോ കുടുംബം മുഴുവൻ നോക്കണം. ചിന്തിക്ക്. സമയമോ മറ്റത് ഉറക്കം തുടങ്ങിയ രാത്രിയുടെ തുടക്കത്തിലാണ് റസൂലുള്ളാഹിക്ക്. എത്ര നേരമുണ്ട്? രാത്രി മുഴുവനുണ്ട്. ലൂത്തിനോ ഇന്ന മൗഇദഹുമുസ് സുബ്ഹു അലൈസ സുബ്ഹു ബിഖരീബ്, സുബ്ഹ് വളരെ അടുത്തെത്തിയിട്ടില്ലേ? അലൈസ സുബ്ഹു ബിഖരീബ്, വളരെ അടുത്തെത്തിയിട്ടുണ്ട് സുബ്ഹ്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു മഹാ ഏരിയ നിങ്ങൾ വിട്ട് കടന്നു പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു. ആരോട്? ഫഅസ്രി, നിങ്ങൾ ഇസ്രാ നടത്തുക. ബി അഹ്ലിക, നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട്. ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്, ഈ നാടിനെ നശിപ്പിക്കാൻ തീരുമാനിച്ച സമയം സുബ്ഹാന അലൈസ സുബ്ഹു ബിഖരീബ്, സുബ്ഹ് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ പാഠം നമ്പർ 1 പാഠം നമ്പർ 100 ഇന്നൽ ഇസ്രാ ലൈസ മിൻ ഖുസൂസിയത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്രാ മുഹമ്മദ് നബിയുടെ പ്രത്യേകത തന്നെയല്ല എന്നാണ് എന്റെ വാദം. ഇത് ഒരു നബിക്കല്ല, വേറെ ഉണ്ടായിട്ടുണ്ട്. ഇസ്രാ വേറെ ഉണ്ടായിട്ടുണ്ട്. ഇനി വേറെ സ്ഥലം പറഞ്ഞുതരാം. فاسر بعبادي ليلا فاسر بعبادي ليلا إنكم متبعون
വതുറുകിൽ ബഹ്റ റഹ്വൻ ഇന്നഹും ജുൻദും മുഗ്റഖൂൻ. സൂറത്തു ദുഖാൻ 23-24. സൂറത്തു ദുഖാൻ 23-24. فأسر بعبادي ليلا إنكم متبعون. മൂസ, നിങ്ങൾ ഇസ്രാ നടത്തണം. ബിഇബാദി, എന്റെ അടിമകളെയും കൊണ്ട്, ലൈലൻ, രാത്രിയിൽ. ഇന്നക്കും മുത്തബഊൻ, നിങ്ങളോട് പിന്തുടരപ്പെടുക തന്നെ ചെയ്യും. ആര്? ഫിറഔനും ആളുകളും. വതുറുകിൽ ബഹ്റ റഹ്വൻ ഇന്നഹും ജുൻദും മുഗ്റഖൂൻ, നിങ്ങൾ സമുദ്രത്തെയും വിട്ടുകടന്ന് മുന്നോട്ട് പോവുക. വലിയ ഹുങ്കാര ശബ്ദം നിങ്ങളുടെ ബാക്കിൽ സമുദ്രത്തിൽ കേൾക്കാൻ കഴിയും. അത് നിങ്ങളുടെ ശത്രുക്കളെ മുക്കി കൊലപ്പെടുത്തപ്പെട്ടതാണ്. അവിടെ മൂസ നബി ഇസ്രാ നടത്തിയിട്ടുണ്ട്, ഒറ്റക്കല്ല. 16 ലക്ഷത്തോളം ആളുകൾ കൂടെയുണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പുറപ്പാടിൽ കാണാം. 16 ലക്ഷം ആളുകൾ, ഇസ്രായേലി ജനത അന്ന് 16 ലക്ഷം ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പുറപ്പാടിൽ കാണാം. ഖുർആൻ പിന്നെ അങ്ങനെ എണ്ണം പറയുന്നൊരു ശൈലി ഖുർആനിന് ഇല്ല. വലിയൊരു ജനത ഉണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തെയും കൊണ്ട് ഇസ്രാ നടത്തി സയ്യിദുന ലോത്ത്, തന്റെ ജനതയെയും കൊണ്ട് ഇസ്രാ നടത്തി സയ്യിദുന മൂസ. ചിന്തിക്കുക, മൂസാ നബിയോ സാലിസുൽ ബശരി ശറഫൻ വഫളാ, ഭൂമി കണ്ട 3ാമത്തെ മഹാനാണ് സയ്യിദുന മൂസ. ആ മൂസാക്കും ഇസ്രാ ഉണ്ട്. ഫഅസ്രി ബി അഹ്ലിക്, അത്ഭുതം കാണിച്ചു തരാൻ എന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇസ്രാ എന്നത് പാഠം നമ്പർ 1. ഇസ്രാ എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയേ അല്ല. വളരെ ചിന്തിക്കുക. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അപ്പൊ പിന്നെ ഒരു ചോദ്യമുണ്ട്, ലിനുരിയഹു മിൻ ആയാതിന, ഭൂമിയിലെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയുള്ള യാത്ര. ഭൂമിയിലെ അത്ഭുതങ്ങൾ, ഈ വിഷയത്തിലാണ് ഇനി ഞാൻ രണ്ടാമതായി പറയുന്നത്. അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി ഭൂമി എന്നാണ് പറഞ്ഞിട്ടില്ല. ഭൂമി എന്നാണ് ചില ആളുകൾ അർത്ഥം വെച്ച് പറഞ്ഞുണ്ടാക്കുക, ഭൂമിയിലെ അത്ഭുതം. അതിനുള്ള മറുപടി, അത്ഭുതങ്ങൾ കാണിക്കപ്പെട്ടത് ഈ റസൂലുള്ളാഹിയുടെ ഇസ്രായിൽ ഭൂമിയിൽ കണ്ട അത്ഭുതത്തെക്കാൾ കൂടുതൽ ലൂത്ത് നബിയുടെയും മൂസ നബിയുടെയും യാത്രയിലാണ് അത്ഭുതം നടന്നതും ഇന്നും നിലനിൽക്കുന്നതും. മനസ്സിലായില്ല? ശ്രദ്ധിക്കണം. ആ യാത്രയിൽ ഒരു വലിയ അനവധി ലൂത്ത് അലൈഹി കുറഞ്ഞ നേരം കൊണ്ട്, അതിനിടയിൽ എന്ത് വരുന്നുണ്ട്? എന്ത് വന്നു? സ്വന്തം ഭാര്യ കല്ലായി മാറി. ആ കല്ല് ഇന്നും ചാവുകടൽ തീരത്തുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മാഷുണ്ടല്ലോ എന്റെ കൂടെ അന്ന്. ഞങ്ങൾ 2-3 ആളുകളുണ്ട് ആ യാത്രയിൽ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചാവുകടലിന്റെ കൂടെ കണ്ടോര് ഇവിടെ സാക്ഷിയുണ്ട്. ചാവുകടൽ തീരത്ത് ഇങ്ങനെ ധൃതിയിൽ മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്ന, മുകളിലേക്ക് ഇങ്ങനെ കെട്ടിയ ഒരു ഉപ്പുകൽ പ്രതിമ, ഓട്ടത്തിനിടയിൽ പെണ്ണ് കല്ലായി മാറിയതാണ്. അത്ഭുതം സത്യത്തിൽ അതാണ്. ഭൂമിയിലെ അത്ഭുതം പറയാണ് എങ്കിൽ ആ അത്ഭുതം ഇന്നും നിലനിൽക്കുന്നു. മൂസാ നബിയുടെ ഇസ്രായേലും അത്ഭുതമുണ്ടല്ലോ. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَصُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنظُرُونَ. നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആ 6 ലക്ഷത്തോളം വരുന്ന പട്ടാളത്തോടുകൂടെ ഫറോവ ചത്തുപോയി. അത്ഭുതമാണ്. കടലാകട്ടെ 16ഓളം കിലോമീറ്റർ ദൂരം പിളർന്നിങ്ങനെ മാറിക്കടന്നു. അതല്ലേ മഹാത്ഭുതം?
അപ്പൊ യാത്രയിൽ ഇസ്രായിലെ അത്ഭുതവുമാണെങ്കിൽ ആ അത്ഭുതം അതും ലൈസ മിൻ ഖുസൂസിയത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടിടത്തും അത്ഭുതം നമ്മൾ കണ്ടു. മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. ഇനി ഭൂമിയിലെ അത്ഭുതം ആ യാത്രക്കിടയിൽ ഒരു അത്ഭുതമാണെങ്കിൽ സാധാരണ നബിമാർ കാണാനുള്ള അത്ഭുതത്തിനപ്പുറമൊന്നും ഭൂമിയിൽ വെച്ചൊരു അത്ഭുതം ആ യാത്രയിൽ റസൂലുള്ള കണ്ടിട്ടുമില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഈ ലിനുരിയഹു മിൻ ആയാതിനാ എന്നാൽ ഭൂമിയിലെ അത്ഭുതങ്ങളല്ല, ആകാശത്തെ അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് ഒരേരിയക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് കൊണ്ടുപോയതാണ്. അത്ഭുതം കണ്ടത് എവിടെയല്ല? ഭൂമിയിലല്ല, ആകാശത്താണ്. എന്തുകൊണ്ട്? ഭൂമിയിലെ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? ഫലസ്തീൻ കാര്യമായി ആ യാത്രയിൽ നബി കണ്ടിട്ടില്ലല്ലോ. മുന്നേ മൂസാ നബിയുടെ ഖബറോ അതൊരു അത്ഭുതവുമല്ലല്ലോ. പിന്നൊരു യാത്രാ സംഘം പോകുന്നത് കണ്ടതോ അതൊരു സാധാരണ സംഭവമല്ലേ? ഫലസ്തീനെ കണ്ടിട്ടില്ലല്ലോ. മക്കയിൽ തിരിച്ചു വന്നപ്പോൾ മക്കക്കാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സിഫ് അനിൽ ഖുദ്സി, ആദ്യം നീ ഞങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി ഒന്ന് പറഞ്ഞതാ. അനലാരിഫുഹ, എനിക്കറിയില്ല. എന്തുകൊണ്ട്? ബൈത്തുൽ മുഖദ്ദസോ പരിസരമോ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടല്ല. ആളുകൾ എന്നോട് കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ചോദിക്കാൻ ഉദ്യമിക്കവേ ഫഅസ്നത്തുല്ലഹി ഇലൽ കഅബ, ഞാൻ കഅബയിലേക്ക് ഇങ്ങനെ ഒന്ന് ചാരി നിന്നു. സലൂനി, നീ ചോദിക്കുന്നു പറഞ്ഞു. അവർ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അവർക്ക് മറുപടി കൊടുത്തും കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ കഅബാലയത്തിൽ ചാരി നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കുക, അവരെ വാക്കിന് മറുപടി പറയാൻ. എന്തുകൊണ്ട്? ഇന്നലത്തെ രാത്രിയിൽ ഖുദ്സിനെ കാര്യമായി ഞാൻ അപ്പോൾ ലിനുരിയഹു മിൻ ആയാതിനാ ഖുദ്സല്ല, നിങ്ങളിവിടെ ഇല്ല. ഇതൊക്കെ വഹാബികൾ നമ്മളെ പൊട്ടിക്കാൻ നടത്തിയ കളിയാണ്. നമ്മൾ ഉറങ്ങിയിരുന്നു, നമ്മൾ പഠിച്ചില്ല. ചിന്തിക്ക്, അവരെന്ത് ചെയ്ത്? അവര് ഖുർആനെ ദുർവ്യാഖ്യാനം നടത്തി. അവർ എന്ത് ചെയ്തു? അവർ കളവായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു. അത് മുമ്പേ അതിനുവേണ്ടി വലിയ സമർത്ഥന്മാരാ. ഈ കോഴിക്കോട്ടങ്ങാടിയിലാണ് ഒരാൾ ഖുർആനിന് പരിഭാഷ എഴുതിയിട്ടുള്ളത്. എന്ത്? മൂസാ നബിയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നത് കൊണ്ട് മൂസാ നബി കുത്തിപ്പിടിച്ച് വെള്ളം നോക്കി കടവ് കടന്ന് അങ്ങനെ പോയി. ഫിറഔനോ? ഫിറൗൻ രാജാവല്ലേ, കൊട്ടാരത്തിലിരിക്കുന്ന രാജാവിന് കടവ് അറിയൂലല്ലോ, അങ്ങനെ മുങ്ങിയതാണ്. വല്ലാത്ത കുഴപ്പമൊന്നും ഫിറൗന് പറ്റിയിട്ടില്ല. ഫിറൗന്റെ കുടുംബക്കാരനെ പോലെ ഉണ്ട്, വർത്താനം പറഞ്ഞ് ഒപ്പിക്കണുണ്ടാല്. സത്യത്തിൽ സംഭവിച്ചതെന്താ? സത്യത്തില് ഒരു നുണ പറഞ്ഞപ്പോൾ പിന്നെ അടക്കാൻ പറ്റാത്ത നുണ അപ്പുറത്തുണ്ടായി. എന്ത്? കൊട്ടാരത്തിലിരിക്കുന്ന രാജാവിനെ അറിയില്ല നോക്കുക. രാജാവ് ഒറ്റക്ക് അബദ്ധത്തിൽ കയറ്റച്ചാടി ചത്തതാണെങ്കിൽ അതല്ല, ലക്ഷക്കണക്കാ രാജാവിനെ കൊന്ന വർത്താനല്ല ഖുർആൻ പറഞ്ഞത്. രാജാവിന്റെ ഒപ്പമുള്ളവരെ കൊന്നതാ. അഗ്റഖന ഫിറഔന എന്നല്ല, അഗ്റഖന ഫിറഔന. മനസ്സിലായില്ല? ഫിറഔന്റെ കൂട്ടക്കാരെ കൊന്നതാ പറഞ്ഞത്. മനസ്സിലായി? അവർക്ക് കടവറിയില്ലേ? അവർക്കും അറിയില്ലേ കടവ്? അപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി കളവും മേൽ കളവ് കൊണ്ടുവരേണ്ടി വന്നു.
ഒരു കളവ് പറഞ്ഞാൽ പിന്നെ 1000 കളവ് പറയേണ്ടി വരും. അതൊരു സ്വഭാവമാണ്. പിന്നെ പറയൽ പതിവായി പോയതാണ് അവർക്ക്. നമ്മളത് വേണ്ടത്ര ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. വീണ്ടും ഉള്ള വാദം ഞാൻ പറയുന്നു, ലിനുരിയഹു മിനായാതിന എന്ന സംഭവം എവിടെയല്ല, മുഅ്മിനല്ല. ചെന്നെത്തിയത് ഖുദ്സാണല്ലോ. ഖുദ്സിനെ കാര്യമായി പുണ്യനബി കണ്ടിട്ടുമില്ല. പിന്നെയുള്ളത് മൂസാ നബിയുടെ ഖബറാണ് യാത്രയിൽ കണ്ടത്. അതൊരു അത്ഭുതവുമല്ല. പിന്നെയുള്ളത് ഒരു സംഘം യാത്ര പോകുന്നത് കണ്ടതാണ്. അതൊരു അത്ഭുതവുമല്ല. അപ്പോൾ പിന്നെ ലിനുരിയഹു മിനായാതിന, നമ്മുടെ മഹാദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറമിൽ നിന്ന് അഖ്സയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്ഭുതങ്ങൾ എവിടെയാണ് എന്നല്ല, ഭൂമിയിലാണെന്നല്ല. ഖുർആൻ അങ്ങനെ പറയുള്ളൂ. എന്നാ പിന്നെ ഞാൻ പറഞ്ഞുകൂടായിരുന്നു? അങ്ങനെ ഖുർആൻ പറയൂ. 5 എന്ന് 3 അക്ഷരം നിസ്കാരത്തിനെ പറ്റി പറയാത്ത കിതാബാണ് ഖുർആൻ. അങ്ങനെ പറയുള്ളൂ. അതെന്താ അങ്ങനെ? കുറെ ആളുകൾ ഇതുകൊണ്ട് ബലാലിയത്തിലാവും. അത് ഈമാനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മുഅ്മിനീങ്ങൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഇവർക്കിത് തിരിഞ്ഞില്ല. നമുക്ക് തോന്നി അങ്ങനെയാണ് പോകുമെന്ന്. അപ്പോൾ ഞാൻ പറയുന്നു, പാഠം മനസ്സിലാക്കണം. പാഠം എന്താ? ഇസ്രാ മുഹമ്മദ് നബിയുടെ പ്രത്യേകത അല്ല. മിഅ്റാജ് ഇല്ലാത്ത ഒരു ഇസ്രാ പ്രത്യേകതയല്ല. പുണ്യ റസൂലിന്റെ പ്രത്യേകതയല്ല. സ്വല്ലല്ലാഹു അലൈഹി